ഇന്റർനെറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം, അവരെ പ്രോപ്പറായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഇതില്ലാത്തൊരു കാലഘട്ടം ഒന്നും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ് വീമ്പ് പറയാനേ ഉള്ളൂ. വെൽക്കം ടു പീഡിയാട്രിക്സ്. സ്ക്രീൻ ടൈം ആൻഡ് കിഡ്സ്. മൊബൈലും ടിവിയും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഇപ്പോൾ എല്ലാ പാരൻസിനെയും ഒരു മേജർ കൺസേൺ ആണ്. അതിനൊക്കെ വളവിടുന്നത് നമ്മൾ തന്നെയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് 2 ഉരുള എക്സ്ട്രാ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ആദ്യം ചെയ്തു തുടങ്ങുന്നത്. പിന്നെ കരയാതിരിക്കുക, നമുക്ക് നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്യാൻ എളുപ്പം ഇതാണ്. കുഞ്ഞുങ്ങൾ കാണുമ്പോഴും നോക്കുമ്പോഴൊക്കെ അവരുടെ മനസ്സിൽ പതിയുന്നതും സ്ക്രീൻ നോക്കിയിരിക്കുന്ന പാരൻസിനെയാണ്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതിന് റെക്കമെൻഡേഷൻസ് ഉണ്ട്. എത്ര നേരം വരെ അവരെ കാണിക്കാം, എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ളതിനെ പറ്റിയിട്ട് WHO റെക്കമെൻഡേഷൻ ഉണ്ട്. ഈ റെക്കമെൻഡേഷൻ വന്നിട്ടുള്ളത് ഈ ഒരു കൊറോണ കാലത്തിന് മുമ്പ് സ്ക്രീനിൽ അല്ല ക്ലാസ് നടന്നിരുന്ന എന്നൊരു കാലഘട്ടത്തിലാണ് ഇത് വന്നിട്ടുള്ളത്. പക്ഷേ ആസ് ഓഫ് നൗ റെക്കമെൻഡേഷന് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. 1 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സ്ക്രീൻ കാണാനേ പാടില്ല എന്നാണ്. സ്ക്രീൻ എന്ന് പറയുമ്പോൾ ടിവിയും മൊബൈലും ടാബും എല്ലാം പെടും. 1 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ഒരു 2 to 4 years വരെ 1 മണിക്കൂറിൽ കൂടുതൽ സെഡൻറ്ററി സ്ക്രീൻ ടൈം ഉണ്ടാവുന്നതാണ്. ഇപ്പോൾ ക്ലാസ് നടക്കുകയാണെങ്കിലും അവരുടെയൊക്കെ ക്ലാസ്സുകൾ അത്രയും ചെറിയ കുട്ടികൾക്ക് 1 മണിക്കൂറിന് താഴെ തന്നെയാണ് അവരുടെ ക്ലാസ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂറിന് താഴെ സെഡൻറ്ററി സ്ക്രീൻ ടൈം ഫോർ കിഡ്സ് പെർ ഡേ 4 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ടൈം റെസ്ട്രിക്ഷൻ വേണം. അവരുടെ ക്ലാസ്സിൻ്റെ സമയമൊക്കെ കഴിയാം, പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള സ്ക്രീൻ ടൈമിന് ടൈം റെസ്ട്രിക്ഷൻ വേണം. സൂപ്പർവൈസ്ഡ് ആയിരിക്കണം. അവർ എന്ത് കണ്ടന്റ് കാണുന്നു എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ഒരു ഐഡിയ വേണം. ഇന്റർനെറ്റ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യണം, അവരെ പ്രോപ്പറായിട്ട് ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ എഡ്യൂക്കേറ്റ് ചെയ്യണം. കാരണം ഇതില്ലാത്തൊരു കാലഘട്ടം ഒന്നും ഉണ്ടാവില്ല. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞ് വീമ്പ് പറയാനേ ഉള്ളൂ. അല്ലാതെ കുട്ടികൾക്ക് ഇതില്ലാതെ, നമുക്കും ഇതില്ലാതെ ഒരു ജീവിതം മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇത് എങ്ങനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിനി നോക്കാനുള്ളത്. അതുകൊണ്ട് ഇന്റർനെറ്റ് എഡ്യൂക്കേഷൻ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 5 വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികളിൽ ഈ സ്ക്രീൻ ടൈം റെസ്ട്രിക്ട് ചെയ്യുന്നതിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അവർ പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുക, അവർക്ക് ആവശ്യത്തിന് സ്ലീപ്പ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അത് കൂടി നമ്മൾ ഈ സ്ക്രീൻ ടൈം റെസ്ട്രിക്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ എൻഷുർ ചെയ്യാൻ വേണം. എന്നാലാണ് അവർക്ക് ബെറ്റർ ഡെവലപ്മെൻറ്റും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. ഇനി ഇത് റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് റേഡിയേഷൻ അടിക്കും എന്ന് പേടിച്ചിട്ടൊന്നുമല്ല. അവരുടെ ഈ ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും, അവരുടെ സ്ലീപ്പ് ഹാബിറ്റ്സിന് പ്രശ്നങ്ങളുണ്ടാവും, അവർ ഒരുപാട് പൊണ്ണത്തടി ഒബീസിറ്റിയിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്, സോഷ്യൽ ഇൻട്രാക്ഷൻ പ്രശ്നമാണ്. അങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ കാരണമാണ് നമ്മൾ ഈ സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഹാപ്പി പാരന്റിംഗ്.